ലോകത്തിലെ ഏറ്റവും മനോഹരമായ റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാൻ പറ്റിയ ഒരു റോഡാണ് കേപ്പ് ടൗണിലെ ചാപ്മാൻസ് പീക്ക് ഡ്രൈവ്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലുള്ള ചാപ്മാൻസ് പീക്ക് ഡ്രൈവിലൂടെയാണ്. ചാപ്മാൻസ് പീക്ക് ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത് കേപ്പ് പെനിൻസുലയിലാണ്. കേപ്പ് ടൗണിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഹൗട്ട് ബേ എന്ന ഫിഷിംഗ് ടൗണിനെയും അതുപോലെ നൂർദൂക്ക് എന്ന കോസ്റ്റൽ ടൗണിനെയും ബന്ധിപ്പിക്കുന്ന ഏകദേശം 9 കിലോമീറ്റർ ദൂരമുള്ള ഒരു റോഡാണിത്. 114ഓളം വളവുകളുള്ള ഈ റോഡ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഡ്രൈവ് തന്നെയാണ്. ഒരു വശത്ത് ചാപ്മാൻസ് പീക്ക് മലനിരകളും അതുപോലെ മറുവശത്ത് നീല നിറത്തിലുള്ള അറ്റ്ലാന്റിക് ഓഷ്യനൊക്കെ ഒരു ഭയങ്കര സീനിക് ബ്യൂട്ടി തന്നെയാട്ടോ ഇവിടെ. ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വ്യൂസ് എൻജോയ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചാപ്മാൻസ് പീക്ക് ലുക്കൗട്ട് പോയിന്റ് ആണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുത്തെ വ്യൂസൊക്കെ കാണാം. 1915-ലാണ് ഈ റോഡിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിച്ചത്. അന്ന് ഇന്നത്തെ പോലെ യന്ത്രങ്ങളൊന്നും അധികം ഇല്ലാത്ത കാരണം പല സ്ഥലങ്ങളിലും തൊഴിലാളികൾ കൈകൊണ്ട് തന്നെ പാറകൾ പൊട്ടിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 7 വർഷം എടുത്താണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയായത്. 1922-ലാണ് ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് നോർമൽ തൊഴിലാളികളുടെ കൂടെ ജയിലിൽ നിന്നുള്ള തടവുകാരെയും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 540 മില്യൺ വർഷം പഴക്കമുള്ള ഗ്രാനൈറ്റ് പാറകളിലും അതുപോലെ 485 മില്യൺ വർഷം പഴക്കമുള്ള സാൻഡ്സ്റ്റോൺ പാറകളിലുമാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. 1990-കളിലും അതുപോലെ 2000-ലുമൊക്കെ പാറകൾ വീഴുന്നതിനെ തുടർന്ന് ഈ റോഡ് പലപ്പോഴും അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് മോഡേൺ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് റീ എഞ്ചിനീയറിംഗ് ചെയ്തു. ഇതിലൂടെ അപകട സാധ്യത ഏകദേശം 90% കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ പോപ്പുലർ ആയിട്ടുള്ള കേപ്പ് ടൗൺ സൈക്കിൾ ടൂറും അതുപോലെ 2 ഓഷ്യൻസ് മാരത്തോണും നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ചാപ്മാൻസ് പീക്ക് ഡ്രൈവ്. ഈ റോഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രെച്ചുകളിൽ ഒന്നാണ് ഇനി വരാൻ പോകുന്നത്. ഇതാ കണ്ടോ, ആ മലയൊക്കെ കാർവ് ചെയ്ത് ഒരു ടണൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാട്ടോ ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ട്രെച്ച് പല സിനിമകളിലും സീരീസുകളിലും അതുപോലെ വീഡിയോ ഗെയിമുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇതാ കണ്ടോ, മലയൊക്കെ കാർവ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഭാഗം. പല സിനിമകളും അഡ്വർടൈസ്മെൻറ്റ്സും അതുപോലെ കാർ ലോഞ്ചുകളുമൊക്കെ ഇവിടെ ഇപ്പോഴും ഷൂട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ സൗത്ത് ആഫ്രിക്ക ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒന്നാണ് ഈ ചാപ്മാൻസ് പീക്ക് ഡ്രൈവ്. അതും സൺസെറ്റ് ഡ്രൈവ് ആണെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്കത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലും വ്യൂ പോയിന്റ്സ് ഉണ്ട്. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് വ്യൂസ് എൻജോയ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ജൂൺ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ ഇവിടെ ഡോൾഫിനുകളെയും അതുപോലെ സദേൺ റൈറ്റ് വെയിൽസിനെയൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ആ കാണുന്നതാണ് നൂർദൂക്ക് ബീച്ച്.
മഴക്കാലത്ത് അല്ലെങ്കിൽ ഭയങ്കരമായ വിൻഡൊക്കെ ഉള്ള സമയങ്ങളിൽ ചിലപ്പോൾ ഈ റോഡ് അടച്ചിടാറുണ്ട്. അത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നൂർദൂക്ക് ബീച്ചിൻ്റെ വ്യൂ പോയിന്റിൽ വണ്ടി പാർക്ക് ചെയ്ത് ബീച്ചിൻ്റെ ആ വ്യൂസൊക്കെ എൻജോയ് ചെയ്യാൻ നിൽക്കുകയാണ്. കേപ്പ് ടൗണിലെ ക്രൗഡഡ് ആയിട്ടുള്ള ബീച്ചുകളിൽ നിന്ന് മാറി ഒരു പീസ്ഫുൾ ബീച്ച് വൈബ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാവുന്നതാണ്. എനിക്ക് സമയപരിധിയുള്ള കാരണം ഞാൻ ബീച്ചിൻ്റെ അവിടേക്ക് ഇറങ്ങി പോകുന്നില്ല. ജസ്റ്റ് ഈ ചാപ്മാൻസ് പീക്ക് ഡ്രൈവ് മാത്രമാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ കാണുന്ന ബെഞ്ചിലിരുന്ന് ബീച്ച് ഇങ്ങനെ ജസ്റ്റ് റിലാക്സ് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വാവ്, ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അത്. നമുക്കിനി പതുക്കെ തിരിച്ചു പോകാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ചാപ്മാൻസ് പീക്ക് ലുക്കൗട്ട് പോയിന്റ് ഉണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകൾ ഭയങ്കര രസമുള്ള വ്യൂസാണ്. അത് നമുക്ക് പോയി കാണാം. ചാപ്മാൻസ് പീക്ക് ലുക്കൗട്ട് പോയിന്റിലെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സദേൺ ആഫ്രിക്കയിലെ വിശേഷങ്ങളും അതുപോലെ ട്രാവൽ ടിപ്സും അറിയുന്നതിന് വേണ്ടി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.